പ്രിയ കർത്തദാസിൻ്റെ ദേഹവിയോഗം വേദനയോടുകൂടി കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ അമ്മ, പ്രിയ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ഞങ്ങൾക്ക് ഈ വേദനയിൽ പങ്കുചേരുവാൻ ദൈവം ഒരു അവസരം തന്നു എന്നുള്ളതിലും ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. 24 വർഷമായിട്ട് ഈ പ്രിയ ഭവനവുമായി ബന്ധമുണ്ടാകുവാൻ ദൈവം സഹായിച്ചു. ദൈവവേലയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 34 വർഷമായി നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായിരുന്നു. ഭാഗ്യവശാൽ 24 വർഷത്തിന് മുമ്പ് ആദ്യമായി ഗുജറാത്തിലേക്ക് വരുമ്പോൾ എന്നെ സ്വീകരിക്കുവാൻ വന്നതായ ഈ ദൈവഭക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് മുതൽ നാട്ടിലേക്ക് പ്രിയപ്പെട്ടവർ വരുന്നത് വരെയുള്ളതായ കാലയളവുകളിലുള്ള എല്ലാ സമയങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയുടെ ബന്ധം അല്പം ചില സമയങ്ങൾ ഒഴിച്ചാൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഈ തരുണത്തിൽ വളരെ ആദരവോടെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവരുടെ സ്നാനം നടത്തുവാനുള്ള അവസരം ദൈവം തന്നു. എല്ലാ നിലയിലും വളരെ ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക നിലയിൽ ആത്മീക മൂല്യങ്ങളുടെ ഉടമസ്ഥനായി കുടുംബമായി പ്രിയപ്പെട്ടവർ അഹമ്മദാബാദ് പട്ടണത്തിൽ നല്ല ഗുജറാത്തിൽ മുഴുവനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരുപക്ഷെ താൻ ഗുജറാത്തിലായിരുന്നെങ്കിൽ തൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സമയത്ത് തന്നെ വിളിച്ചു വേർതിരിച്ചു. എങ്കിലും തന്നോടുള്ള നീതി എന്നതുപോലെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നൊരു കാര്യം, തൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഞാൻ ചെങ്ങന്നൂരിനടുത്തുണ്ടായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഒരു കാര്യത്തിൽ ഈ പ്രിയ കുടുംബത്തോടുള്ള നീതി പുലർത്തുവാനായിട്ട് ഗുജറാത്തിലായിരുന്ന എനിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലേക്ക് വരുവാനും തൻ്റെ മരണസമയങ്ങളിൽ ഈ അടുത്ത സ്ഥലത്ത് ഒരു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഈ വാർത്തക്ക് ലഭിക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണെന്ന് മാത്രം ഓർക്കുന്നു. ദിസ് ഫാമിലി ദേ ഡിസേർവ് ദാറ്റ്, ഐ ബിലീവ്. അങ്ങനെ കാരണം ഞാൻ പറഞ്ഞതുപോലെ സബർമതി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, അതിനു മുൻപ് ആ കൂട്ടായ്മ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ കൂട്ടായ്മ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോട് ചേരുവാനായിട്ട് അവർ ആഗ്രഹിച്ച തീരുമാനമെടുത്തപ്പോൾ ആ ഉത്തരവാദിത്വം ഈ ദൈവഭക്തനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു ഞങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മ ആദരിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും താൻ ചെയ്യുവാനിടയായി. അന്ന് മുതൽ സഭയുടെ ഒരു എൽഡർ, മൂപ്പൻ എന്നുള്ള നിലയിലും സഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും സൺഡേ സ്കൂൾ പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിലും മാത്രമല്ല എല്ലാവർക്കും ജോണിച്ചായൻ ഒരു സഹായി എന്നുള്ള നിലയിലും ഏത് ഭവനത്തിൽ ഏത് വിഷയമുണ്ടായാലും ആദ്യം അദ്ദേഹം അവിടെ എത്തുവാൻ ഉത്സാഹിച്ചിരുന്നു. അതിൽ വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള സഭയ്ക്കും ഉള്ളത്, പ്രിയപ്പെട്ട കുടുംബത്തിനുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും മരണം ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമായതുകൊണ്ട്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവം വെച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ, ഒരു പ്രൊമോഷൻ ആയതുകൊണ്ട് നമുക്കതിൽ നിരാശപ്പെടുവാനില്ല. എങ്കിലും മാനുഷികമായ വേദന ഉളവാക്കുന്നതാണ് വേർപാട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മോട് വാക്ക് പറഞ്ഞിട്ട് മാറാത്ത നല്ല കർത്താവിൻ്റെ സാന്നിധ്യം നൽകി തന്ന് സമാധാനത്തോടെ കാക്കുവാനും ആലോചന പറഞ്ഞ് വഴി നടത്തുവാനും കർത്താവ് കൂടെയുള്ളത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ധാരാളമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഓർക്കുവാനുണ്ട്. ചില 4 മാസക്കാലം ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ സഭ ഏൽപ്പിച്ചിട്ട് പോയ ഒരു ദൈവദാസന്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ള എല്ലാ പ്രാഗൽഭ്യവും എല്ലാ കഴിവുകളും കൃപാദാനങ്ങളും ദൈവം നൽകി. ഒരു ശുശ്രൂഷകനെ പോലെ ദൈവം അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം തികഞ്ഞ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം കർത്താവിന് വേണ്ടി ചെയ്ത് തന്നെ സമയങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ മകളുടെ വിവാഹത്തിന് കുടുംബമായി പ്രിയപ്പെട്ടവർ വന്ന് സംബന്ധിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അതിന് മുൻപ് ഞാൻ ഇവിടെ വരുവാനും ക്ഷണിക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഒരു വലിയ ആഴമായ ബന്ധം ഈ ഭവനമായിട്ട് കണ്ടുമുട്ടിയ ദിവസം അതുകൊണ്ട് പ്രിയ കർത്താവിൻ്റെ ദാസിയാണെങ്കിൽ ഞങ്ങളെ പ്രത്യേകം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതായ ഞങ്ങളുടെ നല്ല അനുഭവങ്ങൾ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങളെ മാത്രമല്ല എല്ലാ ദൈവദാസന്മാരെയും വളരെ ആദരവോടുകൂടെ കാണുകയും വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അതേ ഈ പ്രിയപ്പെട്ട കുടുംബം ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ് നൽകിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുടെ തലമുറകളെ ഒക്കെ ദൈവം ആ വിധത്തിൽ ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദിയും മഹത്വവും കരയറ്റുന്നു. അവിടെ ബ്രദർ പി സി വർഗീസ് ബാബുചാൻ, തൻ്റെ കുടുംബം, ബ്രദർ പി കെ ചാക്കോ തൻ്റെ കുടുംബം, ബ്രദർ സാമുവൽ മാത്യു രാജൻ തൻ്റെ കുടുംബം, അവിടെയുള്ളതായ ബ്രദർ ജെയിംസ് ഫാമിലി, ഇങ്ങനെ ഇവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരും പേഴ്സണലായിട്ട് തന്നെ ഇവിടെ പറയണമെന്ന് അത് പ്രാർത്ഥനയും പ്രത്യാശയും അറിയിക്കണമെന്ന് ഓർപ്പിച്ചത് ഈ തരുണത്തിൽ പ്രിയമാമയോടും കുഞ്ഞുങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ളതായ ഗുജറാത്തിലുള്ളതായ ഷാരൂൺ ഫെലോഷിപ്പ് സഭകൾ എല്ലാം തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ വേർപാട് വളരെയധികം വേദനയോടുകൂടിയാണ്, ഷോക്കായിട്ടാണ് കേൾക്കുവാനിടയായി തീർന്നത്. എങ്കിലും മരണമെന്ന യാഥാർത്ഥ്യത്തെ മറികടന്നു പോകുവാൻ മനുഷ്യർക്ക് കഴിയാത്തത് കൊണ്ട് എല്ലാവരും അത് ദൈവഹിതത്തിനായി സമർപ്പിച്ച് സമ്മതിച്ച് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ തരുണത്തിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ച് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സീനിയർ മിനിസ്റ്റർ ആയിരിക്കുന്ന റവറൻ ഡോക്ടർ ടി ജി കോശി സാറും അദ്ദേഹത്തിൻ്റെ സണ്ണിലോയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ നിമിത്തം ആഗ്രഹമുണ്ടെങ്കിലും വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. വളരെ പ്രായാധിക്യത്തിലായിരിക്കുന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴുള്ള അനുഭവം എന്നോട് പറയുകയുണ്ടായി. തമ്മിൽ കണ്ടപ്പോൾ വന്നോടി ഒന്ന് കെട്ടിപ്പിടിച്ച് ചുമനം ചെയ്ത ആ സ്നേഹത്തിൻ്റെ ആഴം താനിപ്പോൾ ഓർക്കുവാനായിട്ട് തീർന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ടും വളരെ ആഴമായ വളരെ നല്ല ഒരു സ്നേഹബന്ധം പുലർത്തി 68 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നല്ല സാക്ഷ്യം കൈക്കൊണ്ടുകൊണ്ട് എല്ലാവരുമായി നല്ല നിരപ്പിൻ്റെ അനുഭവം പ്രാപിച്ച് പ്രത്യാശയോടുകൂടി നിത്യതയിലേക്ക് മാറ്റപ്പെട്ട ഈ ദൈവത്തിനെ തീർച്ചയായും നമുക്ക് ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശ നമ്മുടെ വേദനകളെ കുറയ്ക്കുന്നതാണ്, ലഘൂകരിക്കുന്നതാണെന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദാസിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ ബന്ധുമിത്രാദികൾക്കും ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ തന്നതായ ഈ വേദഭാഗം വായിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ വാക്കുകൾ ചുരുക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിൽ ജനിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ക്രിസ്ത്യാനികളെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് എഴുതിയിട്ടില്ല. കർത്താവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് ഉയരത്തിൽ നിന്ന് കേൾപ്പിച്ചതായ ശബ്ദം, അത് വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അത് നാട്ടിൽ എവിടെയൊക്കെ കർത്താവിനെ ഉയർത്തുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ജീവിച്ച ഈ ദൈവഭക്തന്റെ പ്രതിഫലം ശ്രേഷ്ഠമാണെന്നോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തരുണത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആയതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. ഒരു കാര്യം ഇങ്ങനെ ഓർത്തുപോയി, എന്തുകൊണ്ടാണ് ജോണിച്ചാനെ ദൈവം മുമ്പേ വിളിച്ചതെന്ന്. ഒത്തിരി പ്രയത്നിക്കുന്നവർക്ക് ഒത്തിരി വിശ്രമം ആവശ്യമാണ്. തന്റെ ഒരു മനുഷ്യായുസിൽ അനേക ദൈവദാസന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത, അനേക ദൈവമക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ ഒരു വേല താൻ വേഗത്തിൽ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു വിശ്രാമം അത്യാവശ്യമാണെന്ന് ഒരുപക്ഷെ സ്വർഗം അറിഞ്ഞത് കൊണ്ടാകാം നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും സ്വർഗത്തിന് താല്പര്യമുണ്ടായിട്ട്, സ്വർഗത്തിന് ഹിതമുണ്ടായിട്ട് ഈ ദൈവഭക്തനെ ഒരല്പം വേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാനായിട്ട് ഇടയായത്. ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് വീണ്ടും ദൈവസന്നിധികളെ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കട്ടെ. താൻ കഠിനാധ്വാനം ചെയ്ത് കർത്താവിനെ സേവിച്ചു എന്നുള്ളത് കൊണ്ട് തനിക്കൊരു അല്പം കൂടുതൽ വിശ്രമം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെട്ട് തന്റെ സമയത്ത് നല്ല ഒരു അന്ത്യം നൽകിക്കൊണ്ട് തന്നെ തന്റെ സന്നിധിയിലെ വിശ്രാമത്തിനായി വിളിച്ചു എന്നുള്ളത് തന്റെ ജീവിതം നമുക്ക് മാതൃക നൽകുന്ന, പ്രചോദനം നൽകുന്ന അനുഭവമാണ് പ്രിയരെ. ആ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവം ഇടയാക്കട്ടെ. അത് പ്രിയ കർത്തദാസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് തനിക്ക് പെട്ടെന്ന് അസ്വസ്ഥത തോന്നി. ലവ്ലിയെ വിളിച്ച് സംസാരിച്ചു. അതേ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവർ നമുക്ക് കേൾക്കാം. അതിനുശേഷം ദൈവദാസിനെ വിളിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശക്തിയോടെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ച് അവൻ തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ദൈവാരാധനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് താൻ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു.
അതെ, ദൈവഭക്തന്മാരുടെ അന്ത്യം പോലെ തന്നെ നല്ലൊരു അന്ത്യം തനിക്ക് ലഭിച്ചു എന്നുള്ളത് അവൻ സന്തോഷത്തോടെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, ഒരു ദൈവഭക്തൻ, അഗസ്റ്റസ് എന്ന് പറയുന്ന ദൈവഭക്തന്, അദ്ദേഹം പറഞ്ഞു, എന്റെ കിടക്കയിൽ എന്റെ പ്രാർത്ഥന ഇപ്പോൾ ഗീതമായി മാറുകയാണെന്ന് പറഞ്ഞ് താൻ പാടിയ പാട്ടാണ് പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിലെ രക്തം ജലം ദാഹത്തെ നീക്കി സുഖം നൽകട്ടെ, മുറ്റും രക്ഷിക്ക എന്നെ എന്ന് പാടി ആ ഭക്തൻ അവസാനിപ്പിച്ചിട്ട് താൻ നിത്യതയിലേക്ക് മാറ്റപ്പെടുവാനിടയായി. മരണം എന്ന് പറയുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവസാനമല്ല, മറിച്ച് നിത്യജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്. കർത്താവ് തുണയായിരുന്ന് ആശ്വാസം നൽകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്തിലുള്ളതായ എല്ലാ സഭകളിലെയും ദൈവദാസന്മാർ, ദൈവമക്കൾ ഈ വേദനയിൽ പങ്കുചേരുകയും ഞങ്ങളുടെ പ്രത്യാശ അറിയിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാർ തുടർന്നും നമ്മോട് സംസാരിക്കുള്ളത് കൊണ്ട് അത് ഞാൻ വാക്കിൽ ചുരുക്കട്ടെ. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. നല്ല പ്രവൃത്തി ചെയ്താൽ അതിവിടെ കൊണ്ട് തീരുകയല്ല, ഈ മക്കൾക്കറിയാം അതിലൊരു പ്രതിഫലം കർത്താവ് സ്വർഗത്തിൽ വച്ചിട്ടുണ്ട്. അനേക ഭക്തന്മാരോടുകൂടി, ആയിരം വിശുദ്ധന്മാരോടുകൂടെ ഈ ദൈവഭക്തൻ ദൈവം വെച്ചിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുന്ന ഒരു സുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ആ സദസ്സിൽ കാണുവാൻ ഒരുക്കത്തോടെ ആയിരിക്കാം. ആരെങ്കിലും മരണത്തെ ഭയത്തോടെ കാണുന്നുവെങ്കിൽ, നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ, എനിക്ക് യാതൊരു ആശയ്ക്കും വകയില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങളുടെയും കൂടെ അത് രൂപാന്തരത്തിന്റെ ദിവസമായി തീരട്ടെ. ഈ ഭക്തനെ പോലെ നല്ലൊരു അന്ത്യം ലഭിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിന്റെ വചനപ്രകാരം ചുവടുകൾ വെച്ച് നിത്യത്തിലെത്തുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രിയ കർത്തദാസി കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ഞങ്ങൾ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, സഹോദരി സഹോദരന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വളരെയധികം വേദനയോടുകൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ജോലിച്ചാൻ്റെ വേർപാട് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാന്യ സഖി മാർട്ടിൻ ജെർക്കോപ്പിലെ ജോണിച്ചാൻ മരിച്ചുപോയി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടലോടാണ് വാർത്ത കേട്ടത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. പ്രിയ അച്ഛൻ 68 വയസ്സുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് 45 വയസ്സുകാരെ ചുരുക്കോടെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അച്ഛനെപ്പറ്റി എടുത്തു പറയാൻ, കൂടുതൽ അച്ഛനോടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി 27 വാർഡിലെ അച്ഛൻ്റെ വീട്ടുകാരോട് ചേർന്ന മാതൃകൽപ്പടി പുതുലത്തറപ്പടി റോഡിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു നിലമായിട്ട് കിടന്ന ആ റോഡ് മണ്ണിട്ട് ഉയർത്തി അത് കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കുവാൻ സാധിച്ചത് പിന്നിൽ ബഹുമാനായ അച്ഛൻ്റെ പ്രയത്നങ്ങളുണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നു. 2 പ്രാവശ്യവും ഞങ്ങൾ ഈ വാർഡിൻ്റെ ഒരു യോഗം കൂടിയത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭവനത്തിൽ വെച്ചാൽ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ പണി തീർക്കുന്നതിനായിട്ട് അച്ഛൻ ആത്മാർത്ഥമായിട്ട് എപ്പോഴും വിളിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 1 വർഷം മുൻപ് അച്ഛൻ ചോദിച്ചു, സജനെ ഈ പണി ഇനി നടക്കത്തില്ല. 5 വർഷം മുൻപ് മറിയാമ്മ ഗവൺമെൻറ് കൂടെ കൗൺസിലായിരുന്നു മുതൽ ഞങ്ങൾ MP യോട് MLA യോടൊക്കെ വളരെയധികം ആവശ്യപ്പെട്ടെങ്കിലും ചെറിയ റോഡായതിനാൽ അവരതിനകത്ത് മറ്റുള്ള ഇതിലും കൂടുതൽ താല്പര്യമുള്ള റോഡുകളുള്ളതിനാൽ ഇത് ഫണ്ട് അനുവദിച്ച് കിട്ടിയില്ല, അവരുടെ വിഷമമില്ല. അപ്പോൾ തനത് ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ചെയ്യുവാൻ മറിയാമ്മ ഗവൺമെൻറ് നേരത്തെ സാധിച്ചു. അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച, അധ്വാനിച്ച, ഈ വാർഡിൻ്റെ ഈ കോൺഗ്രസ് പണി ചെയ്യുന്നതിൻ്റെ ചെയർമാനായിട്ട് സേവനമനുഷ്ഠിച്ച ബഹുമാനായ ജോണിച്ചാനെ ഞങ്ങൾ എന്നും ഓർക്കും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഈ റോഡിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് എസ്റ്റിമേറ്റിൽ റോളർ ഇടാനുള്ള സ്പെസിഫിക്കേഷനില്ല, കോൺക്രീറ്റ് വർക്കാണ്. അച്ഛൻ പറഞ്ഞ സജനേൻ്റെ റോളർ ഇട്ടായിരുന്നെങ്കിൽ ഇവിടെ ബലമായിട്ട് ഇത് നിലയിലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ എൻ്റെ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞൊരു ചെറിയ പിരിവെടുക്കണം, നമുക്ക് റോളർ ഇട്ട് ഓടിച്ച് ബലപ്പെടുത്തിയിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ പൈസയൊന്നും തരണ്ട, നമ്മൾ റോളർ ഇട്ട് തന്നെ ചെയ്യാം. ഞാൻ പറയാൻ വരുന്നത് എത്രമാത്രം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ നാടിന് വേണ്ടി ചെയ്തിരുന്ന ഏറ്റവും ബഹുമാനായ ഞങ്ങളുടെ ജോണിച്ചാൻ്റെ വേർപാട് ഞങ്ങൾ വളരെയധികം ദുഃഖവും പ്രയാസവും ഉളവാക്കുന്നു. ജോണിച്ചാന് പകരം വെക്കാൻ
ജോണിച്ചാൻ മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം സ്വർഗത്തിൽ വിശ്രമിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. വളരെ ഭാഗ്യമുള്ളൊരു മരണമായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. മരണത്തിന് മുൻപ് താൻ വിശ്വസിക്കുന്ന സഭയിലെ പാസ്റ്ററോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സമാധാനത്തോടെ കട്ടിൽ കിടന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട ജോണിച്ചാൻ മരണം തീർച്ചയായിട്ടും ദൈവം വിളിച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഈ വാർഡിലെ 27ാം വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളും ചേരുന്നു. അപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലും വൈസ് പ്രസിഡന്റ് ജോൺ മുളങ്കാട്ടിനും മുൻ വാർഡ് പ്രസിഡന്റ് രാമേന്ദ്രൻ പത്രക്കാട്ടിലും ഞാൻ ചേർന്ന് ഇപ്പോൾ ഈ റീത്ത് സമർപ്പിച്ചു. സെമിനാരിയുടെ സ്ഥാപക പ്രസിഡന്റായിരിക്കുന്ന ഡോക്ടർ ടി ജി കോശി സാറ് ഈ സന്ദർഭത്തിലൂടെ കടന്നു വരേണ്ടതായിരുന്നു. താനുമായി വളരെ ആഴമായ സ്നേഹമെന്ന് പുലർത്തുന്ന കുടുംബം അല്പം ശാരീരികമായി ക്ഷീണിതനായിരിക്കുന്നത് കൊണ്ട് പ്രത്യേകം എന്നോട് പറഞ്ഞു ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, തൻ്റെ പ്രത്യാശയും ദുഃഖവും ഭവനത്തെ അറിയിക്കണമെന്ന്. സമയപരിമിതി കൊണ്ട് ഞാൻ അധികം സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു ചരിത്ര സംഭവം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളവും പരപ്പും കൂടിയ നദിയാണ് ബ്രസീലിൽ കൂടി ഒഴുകുന്ന ആമസോൺ നദി. നീളത്തിലും പരപ്പിലും ആഴത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്. എന്നാൽ 1950കളുടെ ഒടുവിൽ ഒരു ഇന്ത്യക്കാരനായ ജിയോളജിസ്റ്റ് ഡോക്ടർ ഹംസ താൻ മറ്റൊരു നദിയെക്കുറിച്ച് കണ്ടുപിടിച്ചു. ആമസോൺ നദിയുടെ 4 കിലോമീറ്റർ അടിയിൽ കൂടെ അതിലും നീളവും പരപ്പുമുള്ള മറ്റൊരു നദി ഒഴുകുന്നുണ്ട്. താൻ കണ്ടുപിടിച്ച നദിക്ക് ശാസ്ത്രലോകം ഹംസ നദി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞാനൊരു സയൻസ് ബുക്കിൽ ഇത് വായിച്ചപ്പോൾ ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതവുമായിട്ട് ഏറ്റവും താരതമ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. 68 വയസ്സ് ഈ ലോകത്തിൽ ജീവിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ച് ദൈവവേലയ്ക്ക് ഗുജറാത്തിലുള്ള ദൈവസഭകൾക്ക്, നാട്ടിലുള്ള ദൈവസഭകൾക്ക് എല്ലാവിധമായ ശുശ്രൂഷകളും ചെയ്തു കൊടുത്ത് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് താൻ ചേർക്കപ്പെട്ടു. എന്നാൽ മാനുഷികമായ കണ്ണുകളിൽ കാണുവാൻ കഴിയാത്ത മറ്റൊരു വലിയ ശുശ്രൂഷ തന്നിൽ കൂടെ ലോകത്തിൽ നടക്കുന്നത് ഇന്നും ഗുജറാത്തിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ നിലകളിൽ സഭാ വളർച്ചാ സംബന്ധമായി സാമൂഹ്യ പ്രവൃത്തികളിൽ കൂടെ തന്നിൽ വെളിപ്പെട്ട ആ ദൈവകൃപ അനേക ജീവിതങ്ങളിൽ കൂടെ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയ മാമ, മക്കൾ, അവരുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ ആ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും ഉത്സാഹമുള്ളവരായിത്തീരുന്നു. തന്നിൽ വ്യാപരിച്ച ആ ദൈവകൃപയ്ക്കായി കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഞാൻ വാക്കിനെ പരിമിതപ്പെടുത്തട്ടെ. പ്രിയ മാമ, മക്കൾ, കുടുംബങ്ങൾ, സർവശക്തനായ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ക്രിസ്തുവിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച പ്രിയ സാറ് തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ, രൂപാന്തരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതാണല്ലോ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് നാഗാലാൻഡ് ഗവർണറായിരുന്ന ഡോക്ടർ എം തോമസ്, നമ്മുടെ അടുത്ത സമീപ സ്വദേശി തിരുവല്ലക്കാരൻ, താൻ മരിക്കുന്നതിന് മുൻപ് തന്റെ വേണ്ടപ്പെട്ടവരെ വിളിച്ചെന്ന് പറഞ്ഞു, എന്റെ ഫ്യൂണറൽ സർവീസിന്റെ സമയത്ത് നിങ്ങളൊരു ഫ്ലെക്സ് തയ്യാറാക്കി ഈ ചുറ്റുപാട് മുഴുവൻ നിങ്ങൾ പതിപ്പിക്കണം. ആ ഫ്ലെക്സിൽ ഇങ്ങനെ എഴുതണം, Death is a celebration for the child of God. ഒരു ദൈവ പൈതലിന് മരണം എന്ന് പറയുന്നത് ആഘോഷമാണ്. കർത്താവിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ച
സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മമ്മയും മക്കളെയും ബന്ധുമിത്രാദികളെയും സഭാജനങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രിയ കോശി സാറിന്റെ കുടുംബത്തിന്റെയും സെമിനാരിയിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പ്രത്യാശയും ആശ്വാസം പങ്കുവെച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 68 വർഷക്കാലം സുഖ ദുഃഖങ്ങളിലെല്ലാം നമ്മോടൊപ്പം പങ്കാളിയായിരുന്ന ജോണിച്ചായൻ നമ്മുടെ യാത്രയായി. ജോണിച്ചായൻ്റെ വേർപാട് ഈ പ്രദേശത്തെ ആകെ ദുഃഖത്തിലായിത്തീരുകയാണ്. അത്രമാത്രം ഒരു ബന്ധമാണ് ജോണിച്ചായന് ഈ സമൂഹവുമായി നേടിയെടുക്കുവാൻ സാധിച്ചു. ജോണിച്ചായൻ്റെ ഔദ്യോഗിക ജീവിതം ഗുജറാത്തിലായിരുന്നു. കുറേ നാളുകളെ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ വന്ന് താമസമാക്കി. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ഈ സമൂഹവുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് കുടുംബവുമായി വലിയ ബന്ധമാണുള്ളത്. ജോണിച്ചായനുമായി ഇടപെടുന്നവരൊക്കെ, ജോണിച്ചായനുമായി സംസാരിക്കുന്നവരൊക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ബന്ധപ്പെട്ടാൽ ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു മുഖമാണ്, ഒരു സ്വഭാവമാണ് ജോണിച്ചായൻ. അത്രമാത്രം മാതൃകാപരമായ ഒരു ജീവിതത്തിന് നേതൃത്വം നൽകിയ ആളാണ് ജോണിച്ചായൻ എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എനിക്കറിയാം, ജോണിച്ചായൻ്റെ പിതാവ്, ഞാൻ ഈ നഗരസഭയിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുമ്പോൾ ജോണിച്ചായൻ്റെ പിതാവ്, ജോണിച്ചായൻ്റെ കുടുംബം എല്ലാം എല്ലാവിധമായ സഹകരണവും പിന്തുണയും എനിക്ക് നൽകിയിട്ടുള്ളത് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ജോണിച്ചായൻ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നമ്മോട് ഇടപെടുകാറുണ്ട്. അദ്ദേഹം ആയിരിക്കുന്ന ഇടങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ക്രിസ്തീയ ജീവിതത്തിന് മുൻതൂക്കം നൽകി അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജോണിച്ചായൻ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തലേ ദിവസവും ഫെയ്തോമിൽ ഒരു മീറ്റിംഗിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത് ഇവിടെ ചില ദൈവദാസന്മാർ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അത്രമാത്രം ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ വളരെയധികം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ജോണിച്ചായൻ എന്ന് ഈ അവസരത്തിൽ പറയുവാൻ എനിക്ക് അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും എല്ലാവിധമായ പിന്തുണയും ഈ കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ഈ കുടുംബത്തിൽ നിന്ന് നൽകിയ സപ്പോർട്ടിന്റെ പിന്തുണയ്ക്ക് സ്നേഹത്തിന്റെ ഭാഷയുള്ള നന്ദി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അത് ജോണിച്ചായന്റെ വേർപാട് ഈ ലോകത്തിൽ നിന്നുമുള്ള ഒരു താൽക്കാലിക വേർപാട് മാത്രമാണ് നമുക്ക് വിശ്വസിക്കാം. ജോണിച്ചായനെ ദൈവസന്നിധിയിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് ദർശിക്കാമെന്ന വിശ്വാസത്തോടുകൂടി ജോണിച്ചായനെ നമുക്ക് യാത്രയാക്കാം. ജോണിച്ചായന്റെ വേർപാടിൽ എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഹായിച്ചാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. തന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സംരക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവമകനായി തീരുവാൻ ഭാഗ്യം നൽകിയാൽ സ്തോത്രം ചെയ്യാം. വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുവാനും ദൈവത്തോട് നൽകാൻ സാക്ഷികളായിപ്പാനും ക്രിസ്തുവിനെ ധരിപ്പാൻ ഭാഗ്യം നൽകിയാൽ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മന്റെ അഭിഷേകത്തെ പ്രാപിച്ച്
ക്രിസ്തുവിനാൽ തീരുവാൻ ഭാഗ്യം നൽകാൻ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 പശ്ചിമാപദേശത്തിൽ നിലനിന്ന് ക്രിസ്തുവിൽ വളരുവാൻ ഭാഗ്യം നൽകാൻ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 തന്റെ കുടുംബ ജീവിതത്തിൽ കർത്താവ് കൂടെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയൊക്കെയും കാണുവാൻ അവരിൽ നന്മകളെ അനുഭവിപ്പാൻ അവരുടെ ശുശ്രൂഷ കേൾക്കുവാൻ ഭാഗ്യം നൽകാൻ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളരുവാനും ക്രിസ്തുവിൽ മരിപ്പാനും ഭാഗ്യം ലഭിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിയവരായ ദൈവത്തിന്റെ പ്രകാരം മുമ്പേ ഉയർത്തിയ കൂട്ടത്തിൽ താനായി തീരുവാൻ ഭാഗ്യവാനായ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 തേജസ്വിയുടെ ശരീരത്തോടുകൂടെ സ്വർഗീയ ശരീരത്തോടുകൂടെ പിന്നെയും ശരീരത്തോടുകൂടെ അക്ഷയമായ ശരീരത്തോടുകൂടെ തന്നെ വീണ് കാണാനുള്ള വലിയ പ്രത്യാശ തന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്വദ്രാം സ്വദ്രാം പ്രത്യാശ ജീവിച്ച് ദൈവത്തിനെ സഹായിക്കാനായി സ്തോത്രം ചെയ്യാം. സ്വദ്രാം സ്വദ്രാം ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കാനായി സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 പ്രവൃത്തിയെ വെച്ച് കർത്താവിനെ അവകാശത്തെ ചേർത്തനായ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീ ആശ്വസിക്കണമേ. ദിവ്യ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഭവനത്തിലും ദേശത്തിലും സഭയിലും വിശ്വസ്തയോടെ മാതൃയോടെ ജീവിച്ച് കർത്താവ് ഒരുക്കുന്നതായ ശ്രേഷ്ഠയുടെ അവകാശത്തിലേക്ക് കർത്താവിനെ ചേർത്തനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം. ഈ അതിശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെല്ലാം അവിടെ അനുഗ്രഹിക്കണമേ. ഇനി കണ്ടുവരുന്നവരെയും കൊണ്ടുവരനായി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കും മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാം ആശ്വസിപ്പിക്കണമേ. ആശയവാക്കുകളായ ഈ ദുഃഖം കർത്താവിനെ നികത്തി കർത്താവ് ആശ്വാസം മക്കളെ നിറച്ച് അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളൊക്കെ അവിടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു പോകണം ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ഓട്ടോ സ്ഥിരതയോടുകൂടി വിരുദ്ധരായിപ്പാൻ അവിടെ സഹായിക്കലായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തി നാമത്തെ മഹത്വമാക്കും ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആഗ്രഹിച്ച് ആ പിതാവിൻ്റെ സന്നിധി ചെന്ന് ഇറങ്ങുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഭാരമുണ്ടെങ്കിൽ തന്നെയും അത് അതിനേക്കാളും സന്തോഷം എനിക്കുണ്ട്. ദൈവവേലയ്ക്ക് ദൈവമക്കളോടും വിശുദ്ധന്മാരോടും വളരെ ഭക്തിയോടും വളരെ സ്നേഹത്തോടും വളരെ താഴ്മയോടും സ്നേഹിക്കുകയും ജീവിക്കുകയും ഞാൻ അതിനൊരു പാർട്ണറായി എപ്പോഴും തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഏത് ഡിനോമിനേഷനൊന്നുമില്ല, ആര് യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ആര് വീട്ടിൽ വന്നാലും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാം കൈത്താങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുവന്നത്. അതുപോലെ തന്നെ ആണെങ്കിലും നല്ലൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ള ഭവനത്തിൽ ജനിച്ചു വളർന്നതിനാൽ തനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും തന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഞാനും അങ്ങനെ തന്നെ വളർന്നു വന്നതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് മനുഷ്യന് ആവശ്യമാണെന്നുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടെല്ലാം ഏതെല്ലാം സ്ഥാനത്തായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അല്ലാതെ ഞങ്ങളുടെ പ്രത്യേക കഴിവൊന്നുമല്ല. ദൈവം തൻ്റെ നീതി ദൈവം അങ്ങനെ ഞങ്ങളെ നടത്തി. ഞങ്ങൾക്ക് ദൈവം 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. അവരെയും ദൈവത്തിൻ്റെ വഴികളിൽ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ഒരു കഴിവല്ല, ഒന്നുമല്ല. കർത്താവ് തൻ്റെ ഇതപ്രകാരം ഞങ്ങൾ നടത്തി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യമല്ല, ദൈവജനത്തെക്കുറിച്ചും ആരെല്ലാം കഷ്ടപ്പെടുന്നതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോകുന്നു. എന്നാൽ ചില സമയത്ത് തനിക്ക് വളരെ ഭാരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായപ്പോൾ താൻ വളരെ ചിന്തിച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ചാണ് ഈ അപ്പോസ്തല ഉപദേശത്തിലേക്ക് കടന്നു വന്നത്. ആരും പറഞ്ഞിട്ടോ ആരുടെയും പരപ്രേരണയാലോ ഒന്നുമല്ല. താൻ ദൈവസന്നിധി ആലോചിച്ച് ദൈവത്തോട് ചോദിച്ച് കർത്താവ് എങ്ങനെയാണോ ഒരു വിശുദ്ധ മണവാട്ടിയായി ദൈവസന്നിധിയിൽ ചേരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്താപുരത്തിൽപ്പെട്ട് അങ്ങനെയാണ് താൻ ഈ അപ്പോസ്തല കൂട്ടായ്മയിലേക്ക് വന്നത്. അവിടെ താൻ വളരെ സന്തോഷമായി താൻ ജീവിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ വളരെ പോരാട്ടങ്ങളുണ്ടായിരുന്നു, വളരെ യുദ്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ യുദ്ധങ്ങളെല്ലാം കർത്താവ് ചെയ്തതിന് ജയം കൊടുത്തുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ ദാനമായി തന്ന കുഞ്ഞുങ്ങളെ അവരെ ആ സമയങ്ങളായപ്പോൾ കർത്താവ് തക്കതായ തുണ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആൺമക്കളെ ഞങ്ങൾക്ക് തന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾക്ക് അവർ ചെന്നു ചേരാൻ കർത്താവ് സഹായിച്ചു. ഇതൊക്കെ ദൈവം ഒരുക്കി തന്ന വൻതുവയ്ക്കായി ദൈവത്തെ സ്തുതിക്കും. തലമുറകളെ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ